വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. എവ്രി വൺ ഈസ് വെൽക്കം. മറക്കണ്ട, നമ്പർ ഒന്നുകൂടി പറയാം, 9072555001. യു ആർ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ, ആരാണ്? കേൾക്കാവോ? അതെ, കേൾക്കാം. പിന്നെ എന്തെല്ലാം വിശേഷം? സുഖല്ലേ? സുഖം. ആരാണ് വിളിക്കുന്നത്? ഞാന് കോഴിക്കോടുന്നാ. പേര്? കോയാണ്. കോയ ആയിരുന്നു, ഇപ്പല്ല. ശരി. പേര് വെളിപ്പെടുത്തുന്നില്ല. എന്താ വിളിച്ച? ഒന്നുമില്ല, ഒന്ന് പരിചയപ്പെടാൻ കുറെ ശ്രമിച്ചുകൊണ്ടിരുന്നു, കിട്ടിയില്ല, അതുകൊണ്ടാ. ശരി. പിന്നെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു, ഇങ്ങനെ ഓരോ വീഡിയോ കാണാറുണ്ട്. ആ. പിന്നെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയാറുണ്ട്. ഇപ്പൊ പകുതിയാണ്, ഫുള്ളായിട്ട് എന്ന് പറഞ്ഞാല് ഒഴിവാക്കാൻ പറ്റില്ല ജീവിതത്തിൽ, കാരണം സമൂഹത്തിൽ അങ്ങനെയാണ്. ശരി. നിങ്ങൾ കോയാണെന്ന് പറയുമ്പോ ഈ കോയ എന്ന് പറയുന്നത് ഒരു മോശം വിളിയാന്നല്ലേ നാട്ടുകാർ പറയുന്നത്? ആര് പറഞ്ഞു? ഇവിടെ ഞങ്ങള് കോഴിക്കോട്ടുകാർക്ക് കോഴാന്ന് പറഞ്ഞാല് സന്തോഷമുള്ള കാര്യം. അത് അവരവരെ നാട്ടില് ഇവിടെ കോയ അതേപോലെ ഈ കൂറേന്ന് വിളിക്കും. അതൊക്കെ അലിബായി സിനിമ കണ്ടില്ലേ? അതന്നെ, അതൊക്കെ ഇവിടെ നടക്കുന്നത്. അത് ഇപ്പോഴേ മാറിയിട്ടുള്ളൂ, ഈ തലമുറ, പഴയ തലമുറ പോയതുകൊണ്ടേ. നമ്മുടെ ശീലല്ലാത്തതിന്റെ കുഴപ്പമാണ്. അതെ. പിന്നെ എല്ലാരോടും പറയാറുണ്ട് ഇങ്ങനെ, കുറെ ആൾക്കാർ എതിർക്കും. പിന്നെ വീട്ടില് പിന്നെ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഒക്കെ മാറി, എല്ലാവരും ഇപ്പോ നമ്മുടെ കൂടെ തന്നെ. അങ്ങനെയല്ല കാര്യം പറഞ്ഞപ്പോഴേ ശരി. അപ്പൊ അവരും ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ പോലെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല ഇപ്പൊ? ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊക്കെ അടിപൊളിയല്ലേ, ഓരോന്നിനും ചോദിക്കുന്നതിന് ഉത്തരമില്ലല്ലോ. ഇപ്പൊ ഇന്നലെ തന്നെ ഞങ്ങളൊരു വീഡിയോ ഇറക്കില്ലായിരുന്നു, മറ്റേ ശുക്കൂർ വരിക്കോടന്റെ. അതിൽ തന്നെ ഇപ്പൊ പിന്നെ ഇന്നലെ ആയിരുന്നു, ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ ഞാൻ വിളിച്ചു നോക്കിയതാ കിട്ടുകയാണെങ്കിൽ. അപ്പൊ അത് കട്ട് ചെയ്ത്, ഇന്നലെ ജസീമും കൂടെ ഉള്ളായിരുന്ന ഒരു ഇതില്ലായിരുന്നു. അപ്പൊ വരിക്കൊണ്ട് അതന്നെ കേട്ടാ പോരെ, കാരണം മാര്യത്തിൽ കിട്ടിയത് എങ്ങനെയാന്ന് യുദ്ധത്തിലാ അടിമാക്കി വെക്കാൻ പാടില്ല എന്നുള്ള, അത് പോയില്ലേ, പൊളിഞ്ഞില്ലേ. ഇതൊക്കെ ചിന്തിക്കുന്ന അവരുടെ ഭാഗം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു നുണ പറഞ്ഞു വെക്കാണ്. അതെ മാത്രമാണ് കിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും പറഞ്ഞു വെക്കുന്നത് അടിമത്തെ ഹലാലാണെന്നാണ്. 100%. അത് ഞാനൊക്കെ കുവൈറ്റില് കുറച്ച് 7 വർഷം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എന്റെ കൂടെ ഈജിപ്തുകാരായിരുന്നു കൂടുതലുള്ള, ഈജിപ്ഷ്യൻ. അതില് ഇത് ക്രിസ്ത്യാനിയും ഉണ്ട്, മുസ്ലിമും ഉണ്ടാവും, രണ്ടുപേരുണ്ടായിരുന്നു. ഞാൻ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതിന്റെ ശേഷം കേട്ടോ, ഞാൻ അങ്ങോട്ട് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കായിരുന്നു. അപ്പൊ അവരൊക്കെ രണ്ടുപേരും എന്താ പറയാ, ആ ഒരു ഇത് നമ്മളതിലൊന്നല്ല, അവരതിൽ തന്നെ ഉണ്ട് ഈ സംഭവം. ഈ അവരെന്നെ എത്രയോ, ഞാനിപ്പോ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഈ 20 വർഷം ഞാൻ നിർത്തി പോകുന്നതാ, പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. അടിമത്തല്ല, അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നത്. അത് ഇസ്ലാമില് ഹലാലാണെന്നുള്ള വാക്കുകൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറെ വർഷമായി എന്നറിയാം, ഇവരെ വായിന്ന് തന്നെ. ഇവിടെ ഈ മതം അറിയാത്ത ആളുകൾ ഇവർക്ക് കുറച്ചു നാളൊക്കെ പറ്റിക്കാം. പക്ഷെ അത് ഒരിക്കലും അത് അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാര്യത്തിൽ കിബിത്തിയ മുതൽ സഫിയ വരെ അങ്ങ് വരും ലൈനില്. ഞാൻ ചോദിക്കുന്ന എനിക്ക് ഇവരിപ്പോഴും മറുപടി തരാത്ത ഒരൊറ്റ ചോദ്യമുള്ളൂ. ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി ആർക്കാ ഉണ്ടായതെന്ന് ചോദിച്ചു. 11 ഭാര്യമാരയിൽ ആർക്കാ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പൊ അധികം ആൾക്കും അറിയില്ല, അവരെ വിചാരം ഇതിലേതെങ്കിലും ഒരാൾക്കാണെന്ന്, ഏതോ ഒരു ഭാര്യയാണെന്നാണ് വിചാരം. അത്രേ ഉള്ളൂ. ഈ മാര്യത്തിൽ കിത്തിയാന്ന് പറയുമ്പോഴാണ് എല്ലാരും എന്റെ മുഖത്തേക്ക് നോക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രവാചക അങ്ങനെയല്ല, അതൊക്കെ മുഹമ്മദ് നബീന്റെ അന്നത്തെ കാലത്ത് അവര് ചെയ്ത കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. അതിനോട് ഇപ്പൊ നമുക്കും വിയോജിപ്പൊന്നുമില്ല. പക്ഷെ അത് ഇന്നത്തേക്കുള്ള മാതൃകാ പുരുഷനാണെന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. പിന്നെ ഇതിൽ ഒരുപാട് പിന്നെ എന്താ പറയാ, കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്, അത് സമൂഹത്തിൽ ഉണ്ടായി വരുന്ന, നമ്മൾ മനുഷ്യനെടുക്കുന്ന നിലപാട്, നല്ല കാര്യങ്ങൾ ഇതിലുണ്ടാവും. അത് മനുഷ്യനെടുക്കുന്നതിനെ കൊണ്ട് എന്തായാലും അത് നല്ലത് വരും, ചീത്തയും വരും. അത് സ്വാഭാവികം. പക്ഷെ ഇതൊരു ദൈവികമായ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അതിനകത്ത് നല്ലത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതെ, 100%. അതാണ് നമ്മളൊക്കെ ഇതൊന്നും വിട്ടുപോയത്. അതല്ലേ നമ്മളിപ്പോ നിങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. അല്ല, നമ്മുടെ ഓരോ സംശയങ്ങളൊക്കെ, പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇപ്പൊ വൈഫിനോടൊക്കെ ഞാൻ കുറെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വൈഫ് എന്നോട് പിന്നെ ആ കാര്യങ്ങൾ നിസ്കരിക്കാൻ പറയാറില്ല. വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോകാൻ പറയും. വൈഫ് നിസ്കരിക്കാറുണ്ടോ?
ഓ അത് പിന്നെ അതുണ്ട്. അത് പിന്നെ മോളെ മദ്രസയിൽ രാവിലെ പറഞ്ഞാക്കും ഉപ്പന്റെ മാതിരി തന്നെ മക്കളും ആവുക എന്നാ പറയുന്നത്. അത് ശരിയാണ്. അത് വൈഫിനോട് ഞാൻ ചോദിച്ചാൽ അവരെ മതി. ആ സ്വർഗത്തിലെ അല്ല ആ പൂറന്മാരുള്ളതിന്റെ ഒരു തെളിവ് കാണിക്കാൻ പറഞ്ഞാൽ മതി. അല്ല, ഞാൻ എന്റെ മോൻ 12ാം ക്ലാസ്സിലൂടെ പഠിക്കുന്നുണ്ട്. എന്റെ വീടിന്റെ അടുത്ത് തന്നെ പള്ളി. ഒരു AP-യുടെ ഒരു ആ, ഇതാണ്. ആ. അപ്പൊ ഉസ്താദിന് ഭക്ഷണം ചെലവൊക്കെ കൊടുക്കാറുണ്ട്. ഉം, ഉം, ഉം. അങ്ങ് പോട്ടെ. ഒരു ദിവസം ഒരു ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ഇങ്ങനെ നാട്ടിൽ കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്ന വെച്ചാൽ പറയും ഹോട്ടലൊന്നും ഇല്ല, അന്ന് ഭക്ഷണം ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ പറയാം ഞായറാഴ്ച രാത്രി ഞങ്ങൾക്ക് ഫുഡ് ആ. ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ ഇവിടെ പുതിയ താമസക്കാരൻ, 7 വർഷമായിട്ടേ ഉള്ളൂ. ഓ, കക്കോടി, ഓ. കോഴിക്കോട് കക്കോടിയാണ്. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയണ്ട. അല്ല അത് കുഴപ്പമൊന്നുമില്ല. ആ. അപ്പൊ നിങ്ങൾ ഇതിന് വേറൊന്നും നിങ്ങളെ റെക്കോർഡ് ചെയ്യോ? ഇത് ഇത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡഡ് ആണ്. ആണല്ലേ? ആ, അതുകൊണ്ടാണ്. ആ. അപ്പൊ ഇങ്ങനെ പറയും. അപ്പൊ അവർക്ക് നമ്മളാരെ സ്നേഹത്തിന്റെ മുകളിലാണ് ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു വെച്ചിട്ട് നമുക്കൊന്നും ഇല്ലല്ലോ. ആ, നല്ല കാര്യമല്ല, നമ്മളല്ല അതല്ലേ ചെയ്യേണ്ടത്. അതെ. അതിൽ അതിലൊന്നും മതം നമ്മൾ തെറ്റ് നോക്കിയിട്ടല്ല. പറയുന്നൊന്നുമില്ല. അതെ അതെ അതെ. അപ്പൊ ഞാനിപ്പോ അവനോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ 12ാം ക്ലാസ്സിലാണ് ഇപ്പൊ, 10 കഴിഞ്ഞ് 12. ഞാൻ പറഞ്ഞു ഓരോന്ന് പഠിപ്പിക്കുകയൊക്കെ ശ്രദ്ധിച്ച് കേട്ടോന്ന് പറഞ്ഞു. പക്ഷെ മോനായാലും ഇപ്പോ ലേശം ഒരു ബാക്കോട്ടാണ്. അതായത് ഇപ്പൊ +2 ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പൊ അവന്റേതായിട്ടുള്ള ബുദ്ധിയിൽ വരണം. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ഇതറിയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇതില് എന്താ പറയാ. ഇന്നത്തെ കാലത്ത് നടക്കില്ല. ഇപ്പൊ നമ്മളെ ഈ ChatGPT എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഓ ഓ കേട്ടു. ഇപ്പൊ ഗൂഗിള് ChatGPT എന്നൊക്കെ പറയുന്ന ടൂൾസ്. അപ്പൊ ഇതില് നമ്മൾ ചുമ്മാ അടിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ ഇന്റർനെറ്റിൽ വൈറലായിട്ട് നടക്കുന്ന ഒരു സാധനമാണ്. ഒരു യുദ്ധ കൊള്ളക്കാരൻ ഒക്കെ ആയിട്ട് ഇതേപോലെ അടിമയൊക്കെ വെച്ച് നടന്നിട്ടുള്ള മത നേതാവ് ഏതാണ് എന്നൊരൊറ്റ ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുമ്പോ 1 വേർഡ് ആൻസർ മുഹമ്മദ്. അതായത് ഇത്ര ചോദ്യമുള്ളൂ. വിച്ച് ഹിസ്റ്ററിക്കൽ ഫിഗർ ഹാഡ് സെവറൽ സെക്സ് ലൈവ്സ്, മാരീഡ് മോർ ദാൻ എ ഡസൻ വിമൻ including a child, and waged raids on peaceful caravans, and told his followers never to be friends with Jews and Christians. Just the name, please. ഒറ്റ ഉത്തരം, മുഹമ്മദ്. അത് നമുക്കൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റൂ. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് ഇത് ഉസ്താദിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷെ ഇന്നാരും ഉസ്താദിനോട് ചോദിക്കണ്ട. ഒരു ശുക്ർ വാരിക്കനോടൊന്നും ചോദിക്കൂല ആൾക്കാര്. ഇന്ന് നേരെ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ChatGPT എടുത്ത് ചോദിക്കും. അപ്പൊ അതിനകത്ത് ഒരു ക്ലൂ കിട്ടും. ചിലപ്പോ ഇതിനകത്ത് അവർ മെഴുകുകയൊക്കെ ചെയ്യും ഉത്തരം വരുമ്പോ. പക്ഷെ എന്നാലും ഒരു ശങ്ക അവിടെ ഉണ്ടാക്കാൻ കഴിയും. മനുഷ്യന് അത് പിന്നെ എന്തായാലും ഇപ്പൊ മെഴുകാതെ രക്ഷയില്ലല്ലോ. കാരണം എല്ലാവരും നിലനിൽപ്പ് നോക്കിയിട്ട് കാര്യങ്ങള്. പക്ഷെ നല്ല കാര്യമാണ് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ കുറെ സ്ത്രീകള് പിന്നെ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും. കാരണം വെച്ചാല് ഓവറായിട്ട് ഫ്രീഡായിട്ടേ എന്ത് ചോദിച്ചാലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഞാൻ അവരോടൊക്കെ പറയും, സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. ഇതൊക്കെ നമ്മള് വീട്ടില് ഉമ്മയുടെ കൂടെ ഒക്കെ പോകുമ്പോ നമ്മൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം. അത് അവരെ കൂടെ നിൽക്കുമ്പോ. അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാലോ, പ്രശ്നമുള്ള കാര്യം തന്നെ. അതില് കുറെ പ്രശ്നങ്ങൾ. അതാണ് ഇപ്പൊ ഇവിടെ ഞങ്ങളെ നാട്ടിലൊക്കെ ഭയങ്കര അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരുപാട്. ഇപ്പൊ നമ്മള് ഞാനിപ്പോ ഇതില് ഇങ്ങനെ ആയതുകൊണ്ട് ഈ മഹല്ല എന്തായാലും ഉണ്ടാവില്ലോ. പള്ളിയിലൊക്കെ പോയി ഇടയ്ക്കൊക്കെ വെള്ളിയാഴ്ചയൊക്കെ ഇടയ്ക്ക് പോകും, കയറി ഇറങ്ങും ജസ്റ്റ്. അപ്പൊ അവരിങ്ങനെ പറയും, ഞാനിത് സംസാരിക്കുമ്പോ ഞാൻ അത് പറയാതെ ഈ കാര്യം പറയും. നമ്മളിപ്പോ നാട്ടിലപ്പോ പറയും കുറെ പെൺകുട്ടികൾ ഇങ്ങനെ ഉണ്ട്, പുറത്തു പോകുന്നുണ്ട്, അത് ഇപ്പോഴത്തെ നാടിന്റെ ഇപ്പോഴത്തെ ഇതാണ്, പ്രശ്നമാണ്, ദീനി ലേറ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും ദീനിന്റെ പ്രശ്നങ്ങളൊന്നും അല്ല, നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട രീതി ദീനിപരമായ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ദീൻ വെച്ച് അവരെ മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രശ്നം. അല്ലാതെ ദീൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾ അവരോട് കാര്യം പറഞ്ഞു നോക്കി, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഉമ്മാനനുസരിക്കണം, ഉപ്പാനനുസരിക്കണം, അതിന്റെ രീതിയിൽ നടക്കണം എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ദീനിപരമായിട്ട് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ബുർക്ക ഇടണം, പർദ്ദ ഇടണം, നിങ്ങൾ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, അങ്ങനെ കൺവേഴ്സ് ചെയ്യാൻ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കണ്ടേ. നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അതിന് അടക്കും ചിട്ട് വിധിച്ചിട്ട് നിങ്ങൾ ജീവിച്ചാൽ മതി. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമല്ലേ വേണ്ടത്. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട സാധനം തന്നെ അതാണ്. രാവിലെ ഉറങ്ങാന്ന് ഉറക്കത്ത് എഴുന്നിട്ട് 5:30 3:30 നിസ്കരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മള് പല ഇന്നത്തെ കാലത്ത് അത് പ്രായോഗികമല്ലല്ലോ. ഇന്ന് ആളുകൾ ജോലി, നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവുമ്പോഴേ അവരോട് രാത്രി വന്ന് 2 മണിക്ക് വന്ന് കടന്നുറങ്ങുന്നതിനോട് 5 മണിക്ക് എഴുന്നേറ്റ് സുബഹിസ്കരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഓടിക്കും. മക്കൾക്ക് അത് എന്താ, കുട്ടികളല്ലേ, കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധി വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ആ സമയങ്ങളിൽ അവര് ചെയ്യേണ്ട കാര്യമാണ് അത്. നമ്മളിങ്ങനെ ചെറുപ്പത്തിലെ ഉറങ്ങുന്ന കുട്ടികളെ എടുത്തിട്ട് 6 മണിക്ക് 5:30 മണിക്ക്, ഞാനൊക്കെ എത്രയോ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഭാര്യനെ. അവര് നിസ്കരിച്ചോളൂ, അവർക്ക് ബുദ്ധി വന്നിട്ട് അവര് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ പോരെ. അപ്പൊ അവരെ പ്രായം എന്ന് പറഞ്ഞാൽ അവര് സ്കൂളിൽ കളിച്ചിട്ടും
വരുന്ന സമയമാണ്. പിന്നെ ഇവിടെ നിന്ന് പഠിച്ചിട്ട് രാത്രി 9-10 മണിക്കാണ് കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചോളം രാവിലെ ഒരു 5 മണിക്ക് ഉറങ്ങാന്ന് പറഞ്ഞാൽ വലിയൊരു കിട്ടലാണ്, ബുദ്ധിമുട്ടുള്ള. അപ്പൊ നമ്മളെ മക്കളല്ലേ. അപ്പൊ നമ്മള് പിന്നെ ഞാൻ പറഞ്ഞു നിന്റെ വിശ്വാസം എന്താ, അവരവര് ചെയ്യുന്ന കാര്യങ്ങള് അവരതല്ല, അത് അവര് അനുഭവിച്ചോളൂ, നീ എന്തിനാ കിടന്ന് ബാക്ക് ഓടുന്നതെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പറയാണ് വലിയ ഇതുണ്ട്, നമ്മളെ ഓരോ കാര്യങ്ങൾ നടക്കട്ടെ. പിന്നെ കുറച്ചുകൂടി നല്ലതായിട്ട്, അതായത് വിമർശനങ്ങളൊക്കെ ഒക്കെയാണ് 100% ശരിയാണ്, അതിലൊന്നും ഞങ്ങൾക്ക് അതിന് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് തന്നെ ചെയ്യും. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് ഈ സ്ത്രീകളോട് കുറച്ചുകൂടി ഇതായിട്ട് നടക്കണമെന്നുള്ള, അങ്ങനെയല്ല, മീൻസ് ഉദ്ദേശിക്കുന്നത് അങ്ങനല്ല, കുറച്ച് ഫ്രീഡം കുറച്ചൊക്കെ കുറച്ചിട്ടേ അതുകൂടി. അതല്ല ഇവരെ ഈ അതായത് ഇപ്പോൾ നമ്മളെ ഈ സമൂഹത്തില് നമുക്കിപ്പോ പെട്ടെന്ന് ആ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒറ്റ ദിവസം കൊണ്ട് കഴിയില്ല. സ്ത്രീകള് മാത്രം വിചാരിച്ച് മതമൊക്കെ ഇവിടെ പൊളിയുന്നേ 100% സ്ത്രീകളെ പ്രശ്നമുള്ളൂ. അവര് മര്യാദയ്ക്ക് ഉപയോഗിക്കലുണ്ട്. പിന്നെ അതിപ്പോ ഫ്രീഡം ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാന്നുള്ളത് ആണിനും പെണ്ണിനും ബാധകമാണ്. അതെ. അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കുറെ ആള് അറിയായിട്ടേ, കുട്ടികളല്ലേ, അപ്പൊ നമുക്കൊന്നും പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ലല്ലോ. അത്രയും സ്ത്രീകൾ തന്നെ വിചാരിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ സമൂഹത്തിൽ സ്ത്രീകൾ വിചാരിച്ചാലേ പുരുഷന്മാർ മാറുള്ളൂ വീട്ടില്. കാരണം എനിക്ക് വീട്ടിൽ സ്വാതന്ത്ര്യം കിട്ടണം, എന്റെ ഭാര്യയും എന്റെ കൂടെ തന്നെ ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇതിൽ കിട്ടുള്ളൂ. അതൊക്കെ ശരിയാണ്, പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല. അതല്ല പറയുന്നത്. ഇതിലും അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോകേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അതെ. അതാകുമ്പോ സന്തോഷമാണ് കൂടുതൽ ഉണ്ടാവും. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ അകത്തന്നെ നമ്മൾ തമ്മിൽ അങ്ങ് പറയുകയാണെങ്കിൽ കുറെയൊക്കെ പ്രശ്നങ്ങൾ തീരും. ഫ്രീ ആയിട്ടുള്ള നമുക്ക് മനസ്സിന് ഒരു സമാധാനം കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെ ഭാര്യനോട് നമ്മൾ ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോ, ഞാനിപ്പോ നിങ്ങളെ സംസാരിക്കുന്ന, ഞാൻ എന്റെ ഭാര്യനോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളിത് പുറത്ത് നമ്മളൊരാളെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ നടന്നു പോയിക്കോളും, കാര്യങ്ങളും നടക്കും, നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെയാണ്. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ മതം അത് പ്രശ്നം തന്നെയാണ് ഇവിടെ സമൂഹത്തിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, പ്രത്യേകിച്ചിട്ട് ഇസ്ലാം മതം. ഞാനത് പഠിച്ചതിനെ കൊണ്ട് ഞാൻ പറഞ്ഞു. എന്നോട് ഇവര് കാണിക്കാത്തത് നോക്കണ്ട, അത് നമ്മൾ അവരോട് നിൽക്കുന്ന പോലെയാണ്. അപ്പൊ നിങ്ങളായാലൊക്കെ നിങ്ങളെ എല്ലാവരായിട്ട് നിങ്ങൾ നിൽക്കുന്ന പോലെ, നമ്മൾ നിൽക്കുന്ന പോലെയല്ല നമ്മളോട് ആളുകൾ ഇങ്ങോട്ട് പെരുമാറുള്ളൂ. അപ്പൊ മതം കൊണ്ടുവരണ്ടെന്നുള്ള 100% ശരിയാണ്. ഞാനതിൽ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് തെളിവുകളൊക്കെ എല്ലാവരും കിട്ടി, ഞാൻ വായിച്ചു. സന്തോഷം. ആയിക്കോട്ടെ. അപ്പൊ നിങ്ങളൊക്കെ കാരണമാണ് കൂടുതലായിട്ട് പഠിക്കാനും. അങ്ങനെയല്ല, തെറ്റുകൾ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോ, നമ്മൾ മനുഷ്യനല്ലേ, നമ്മൾ ചിലപ്പോ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൊക്കെ പറയും. എന്തായാലും സ്വാഭാവികം. ഈ മതത്തിനെ പൊളിക്കാൻ വേണ്ടി വന്ന ഷുക്കൂർ വാരിക്കോടനോട് പറയാനുള്ളത് എന്താണ്? ഷുക്കൂർ വാരിക്കോടിന് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. മാര്യത്തിൽ കിപ്തിയന്റെ കാര്യം അതൊന്ന് നല്ലോണം ഒന്നും ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാന്ന്. യുദ്ധമാണല്ലോ. പിന്നെ ബാലിക എന്നുള്ളതുണ്ട് ഹദീസില്. അത് യുദ്ധ തടവുകാരെന്ന് ഉദ്ദേശിച്ചാല് കുട്ടികളെ പിടിച്ചു വെക്കല് പ്രശ്നമില്ല, അത് അടിമത്തായിട്ട് പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ മതി. അതായത് അടിമയ്ക്ക് ജനിക്കുന്ന കുട്ടിയും അടിമയാണ്. 100%. അതല്ല പറയുന്നത്. ഈ മാര്യത്തിൽ കിപ്തിയ എന്ന് പറഞ്ഞ ബാലിക എന്നാണ് പ്രത്യേക എഴുതിയുണ്ട്. ഈ ബാലികനെ എങ്ങനെ സ്വീകരിക്കാൻ, അത് അടിമത്തായിട്ട് വരൂല. ഇതിൽ കുട്ടികൾക്ക് ഇതിൽ വയസ്സ് നിസ്കരിക്കാൻ പറയുന്ന പോലെ 7 വയസ്സായാലും പറയണം, 10 വയസ്സായാലും അടിക്കണം എന്നല്ലേ എന്ന് പറഞ്ഞ പോലെ ബാലിക ആകുമ്പോ എന്തെങ്കിലും ഇതുണ്ടോന്ന് ചോദിക്കണം ഷുക്കൂർ വരിക്കോടനെ. ഈ അടിമത്തം തമ്മില്ല, ബാലികക്ക് എന്തെങ്കിലും അത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾ ചോദിക്കണം, നമുക്ക് പബ്ലിഷ് ചെയ്യാം. പിന്നെ ചെയ്യണം, തീർച്ചയായിട്ടും ഷുക്കൂർ വരിക്കോടനോട് ചോദിക്കണം. നമ്മൾ ഒരു സംഗതി നമ്മൾ പറയുമ്പോ അതില് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റ് സമ്മതിക്കണം. അപ്പൊ ഷുക്കൂറിനുള്ള ഒരു ചോദ്യമായിട്ട് തന്നെ ഇത് അവിടെ വെക്കണം 100%. കാരണം മാര്യത്തിൽ കിപ്തിയ എന്ന് പറഞ്ഞ അത് ഭയങ്കര സംഭവമാണ്. അതിനെപ്പറ്റി പഠിക്കാൻ വേണം. ഇവരാദ്യം അത് വായിച്ചു പഠിക്കില്ല. അത് തൊട്ടാ ഇതെല്ലാം പൊളിയും. അതാണ് അത് വെറുതെ അല്ലല്ലോ. അത് തൗഹീദിന് വേണ്ടിയിട്ട് ക്ഷണിക്കുമ്പോ അതിന് ഇപ്പൊ തൽക്കാലം സൗകര്യം ഇല്ല അല്ല, എന്നിട്ട് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് അടിമയെ കൊടുക്കുകയാണ്. അപ്പൊ അത് മാറ്റി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതെന്ത് പ്രവാചകനാ നമ്മൾ ചോദിക്കുന്നത്? അതാണ്. ഞാനിവിടെ ഞങ്ങളെ മദ്രസയിലെ ഇത് പ്രസംഗിച്ചിട്ട് എനിക്ക് അറബി പ്രസംഗമായിരുന്നു. ഇടത്തെ കൈയിൽ ചന്ദ്രനെ വലത്തെ കൈയിൽ സൂര്യനെ വെച്ച് തന്നാൽ പോലും നീ പെണ്ണ് പണമാണ് ഉദ്ദേശിക്കുന്നതിൽ നിനക്ക് യഥേഷ്ടം പണം തരാം മുഹമ്മദേ, അതല്ല നീ കള്ളാണ് ഉദ്ദേശിക്കുന്നത് നിനക്ക് കള്ള് തരാം. അപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു, ഇടത്തെ കൈയിൽ ചന്ദ്രനെ വലത്തെ കൈയിൽ സൂര്യനെ വെച്ച് തന്നാൽ പോലും ഞാനിത് എന്റെ തൗഹീദ് വിട്ടു പോകുന്നല്ല എന്നുള്ളത്. എനിക്ക് ഫസ്റ്റ് പ്രൈസ് 3 കിട്ടിയിട്ടുണ്ട്. അത്രയും ഇപ്പൊ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ?
ഇല്ല, ഞാനത് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാ പറയുന്നത്. അന്ന് ഞാൻ അതേ ആ വിഷയം ഞാൻ മാരിയത്തിൽ ഗിഫ്റ്റിന്റെ ഇത് നോക്കിയപ്പോഴാണ് എനിക്ക് അതിന്റെ സംഗതി മനസ്സിലായത്. അപ്പൊ കിളി പോയത്. കാരണം വെച്ചാൽ ഇത് മുഹമ്മദ് നബി അവിടെ ഒരു ഞാൻ ആദ്യം വിശ്വസിക്കുന്ന ഒരാൾ ഒരു മനുഷ്യന് മാത്രമാണ്, അല്ലാതെ അവന്റെ ആ സാധനം മാറ്റണം. ഇടത്തെ കയ്യിൽ സൂര്യനും വലത്തെ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാലും ഞാൻ തൗഹീദ് വിടില്ല. പക്ഷെ എന്റെ മുന്നിൽ പെണ്ണിനെ വെച്ചാൽ ചിലപ്പോ തൗഹീദ് വിടും. അല്ല അത് അങ്ങനെയാണ്. അതല്ല, അത് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് മക്കാർ അങ്ങോട്ട് ചോദിച്ചാണല്ലോ. അതെ അതെ. മുഹമ്മദ് നിനക്ക് പെണ്ണാണ് വേണ്ടെങ്കിൽ പെണ്ണ്, കള്ളാണ് വേണ്ടെങ്കിൽ കള്ള്. കള്ളൊക്കെ ഇവര് കൂട്ടിച്ചേർത്താണ്. പെണ്ണാണ് വേണമെങ്കിൽ പെണ്ണ്. അന്ന് ഖദീജ ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ടാണ്. പണമാണ് പെണ്ണാണെങ്കിൽ പെണ്ണ്, പണമാണെങ്കിൽ പണം, കള്ള. ഇതാണ് നിനക്ക് ഉദ്ദേശിച്ചത്. അപ്പോഴാണത് പറഞ്ഞത്. അതേപോലെയല്ലേ രാജാവ് കൊടുത്തയച്ചത്. അന്ന് ചോദിക്കുമ്പോ ഖദീജ ജീവിച്ചിരിപ്പുണ്ട്. അതെ അതെ അതെ. അതുകൊണ്ടാണ് ഖദീജ മരിച്ചതിന് ശേഷമാണ് ഈ കുൽസിതൊക്കെ തുടങ്ങിയത്. അല്ല, ഖദീജാണ് ഇത് സംഭവം. എന്റെ ഒരു ഇതിൽ എനിക്കിപ്പോ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞത്, ഇത്രയൊക്കെ ചെയ്ത മുഹമ്മദ് നബി ശരിക്കും ഖദീജനെ ചീറ്റ് ചെയ്താണ്. 100%. കാരണം തോയിനെ കൊണ്ട് പറയിപ്പിച്ചതാണ്, ഞാൻ നല്ലവനാണ്, എനിക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ഖദീജ വരുന്നില്ലല്ലോ, അതിപ്പോ ആർക്കും പറ്റില്ലോ. തൗഹീദിന് എനിക്കിങ്ങനെ പിന്നെ അർഷിന്റെ നേല് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തോഴി പറഞ്ഞതല്ലേ ഖദീജനോട്. വിശ്വസ്തനാണ്, അല്ലമീനാണ്, ഇതൊക്കെ ഒക്കെ ചെയ്യുന്നല്ലേ. അല്ലമീനാണ് നമ്മളുടെ കിബിത്തിയനെ പൂശാൻ വേണ്ടിയിട്ട് നുണ പറഞ്ഞ് ഓടിച്ചു വിട്ടത്. അല്ല, അത് വേറെ അല്ല. അത് ഇതിൽ തന്നെ പറയുന്ന. നമുക്കത് ബാലികനെ കൈയിട്ട് 2 ആളെ കൊടുത്തയച്ചിട്ട് ഒരാളെ എനിക്കും വേറൊരുത്തനെ ഓതി വെക്കല്ലേ. അതെ അതെ, സമ്മാനം പങ്കുവെക്കൽ. അത് ആരാ ചെയ്യുന്നത്? അപ്പൊ ഇതൊക്കെ ഷുക്കൂർ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഷുക്കൂർ കേൾക്കണം. കാരണം എന്താ വെച്ചാല് ഒരു ഖുർആൻ വായിച്ചിട്ട്, എനിക്ക് ഖുർആൻ വായിച്ചിട്ട് ഞാൻ ആകെ ഇത് ഒരു നമ്മുടെ സൂറത്തുൽ അഹ്സാബ് വായിച്ചിട്ട് ഞാൻ ആകെ മേലോട്ട് പോയി. അള്ളാഹുവിന് ലജ്ജയില്ല. അത് ഞങ്ങളുടെ വീട്ടില് കല്യാണ വീട്ടിലൊക്കെ ഇങ്ങനെയാണല്ലോ. അതായത് ഇവിടെ മൂടിയും പണം ഉണ്ടാവും. രാത്രി 12, 2, 3 മണി കഴിഞ്ഞിട്ട് പുതിയാപ്പിളന്റെ റൂമിൽ നിന്നും ആളുകൾ ഇറങ്ങിപ്പോവുകയുള്ളൂ. എന്നിട്ട് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അപ്പോ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ, എന്റെ കമ്പനിക്കാരല്ലേ. അപ്പോ എന്റെ പിന്നെ അമ്മോനോ അല്ലെങ്കിൽ ഉപ്പാന്റെ അനിയനോ ഏട്ടനോ പോയിട്ട് പറയും, ഇതാ ഓനത് പറയാൻ കഴിയില്ലട്ടോ, ഇവിടുന്ന് ഇറങ്ങിപ്പോണം, ഓന് ചിലപ്പോ നിങ്ങളോട് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്കത് പറയാന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതേ ഒരു പൊസിഷൻ ആട്ടോ അവിടെ അള്ളടുത്ത്. മുഹമ്മദ് നബിക്ക് പറയാൻ ലജ്ജ ഉണ്ടാവും, പക്ഷെ എനിക്കൊരു ലജ്ജയില്ല. ഇത് പോരെ, ഈ ഒരൊറ്റ വാക്ക് പോരെ. തീർച്ചയായിട്ടും 100% ശുക്കൂർ വരിക്കോടെ ഒന്ന് കാണാൻ ഒരു ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് കാര്യമില്ല, അവരോടൊന്നും ഒന്ന് നമിക്കണം. അവരതിന് ഈ വിഷയം അവര് തൊടില്ല. അവര് ഈ ആധുനികതയും എപ്പിസ്റ്റമോളജിയും അണ്ടകടാഹവും പറഞ്ഞ് ഇരിക്കും. ഇസ്ലാമിലേക്ക് അവർ വരില്ല. അതാണ് ഇന്നലെ മിനിയാന്നൊക്കെ നമ്മൾ കാണുന്നത്. കാലങ്ങളായിട്ട് നമ്മൾ 2021 മുതൽ അവർ പിന്നാലെ കൂടിയിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, നിങ്ങൾ കൃത്യമായിട്ട് ഈ വിഷയം ഇസ്ലാം മാത്രം എടുത്തു വെച്ചിട്ട് നിങ്ങൾ സംഭവത്തിന് വരിക. അവിടെ നമ്മൾ വരും, നമ്മളത് ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്, വരുമെന്ന്. പക്ഷെ ഇന്നലെ ഇപ്പൊ പുള്ളി പറഞ്ഞത് പ്രകാരം ഇനിയിപ്പോ അങ്ങനെ ഒരു സംവാദത്തിന് ഒരു സ്കോപ്പില്ല. കാരണം ഇത് ഹലാലാണെന്ന് അവർ ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു. അതെ, അതിപ്പോ അല്ല, അത് പിന്നെ MM അക്ബറൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അടിമത്തണ്ട്, എല്ലാരും പറയുന്നുണ്ടല്ലോ. വരിക്കൂടെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇല്ലാന്ന്. അല്ല, ഇത് ഇല്ലാന്ന് പറഞ്ഞാൽ അവര് പച്ചയ്ക്ക് പറയാറുണ്ടായിരുന്നില്ല. അവരിങ്ങനെ ഒളിപ്പിച്ചും പാത്തു വെച്ചൊക്കെയാണ് പറഞ്ഞത്. ഇതിപ്പോ പച്ചയ്ക്ക് പറഞ്ഞു ഹലാലാണ്, ഇന്ന കണ്ടീഷൻ. നമ്മൾ പറയണത് ഒരു കണ്ടീഷനിലും അതെ. ഇന്നിപ്പോ ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു, ഇതൊക്കെയാണോ അവിടെ നടക്കുന്നത്? അതല്ലല്ലോ. ഏത് അടിമച്ചന്തയെ കൊണ്ടുപോയിട്ടാണ് ഇന്ത്യൻ പട്ടാളക്കാരെ പോയി പിടിക്കുന്നത്? ഇന്ത്യൻ പട്ടാളക്കാരുടെ ഭാര്യയെ വന്ന് പിടിക്കുന്നത് എവിടെയാണ്? അതൊക്കെ മോശപ്പെട്ട, അതൊക്കെ നമ്മൾ മനുഷ്യന്മാരെ നമ്മളത് മാറ്റിയെടുക്കണം. അതല്ലേ മാറ്റിയെടുത്ത് കഴിഞ്ഞ കാര്യമാണ്. അതിനെയാണ് ഇവര് യുദ്ധ തടവുകാരെന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നത്. ഇനിയിപ്പോ നമ്മളെ നാട്ടിലിപ്പോ നമ്മളിപ്പോ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ നമ്മളത് ചെയ്യാതെക്കുക. യുദ്ധത്തിൽ പിടിക്കുന്ന തടവുകാരൊക്കെ ഓക്കെ, നമ്മളത് ചെയ്യാതെക്കുക, പ്രശ്നം തീർന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞ അതല്ല. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇന്ന് മനുഷ്യൻ അത് ചെയ്യുന്നില്ല എന്ന്. ഇല്ല 100%. അതായത് ഇന്ത്യൻ പട്ടാളക്കാരനെ പാകിസ്ഥാൻകാരൻ പിടിച്ചിട്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളക്കാരനെ ഇന്ത്യക്കാരൻ പിടിച്ചിട്ട് പാകിസ്ഥാൻ പട്ടാളക്കാരന്റെ ഭാര്യയെ പോയിട്ട് പൂശോ? ഇല്ല. അതെവിടെ നടക്കുന്നത്? അവരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇതൊക്കെയല്ലേ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതിനൊക്കെ തെളിവാണ്. നമ്മുടെ ഒരു സൈനികനെ പിടിച്ചില്ലായിരുന്നു പാകിസ്ഥാൻ, അതൊക്കെ അതിന്റെ തെളിവല്ലേ? അതൊക്കെ തെളിവല്ലേ? പിന്നെ വിമർശനം ഞാൻ 2-3 നാൾ ചോദിച്ചു. അപ്പൊ ആരിഫ് ലേശം
ഇതാണ് പിന്നെ ഇതാണ് ലിയാഖത്ത് വേറെ ടൈപ്പ്. ഞാൻ പറഞ്ഞ മനുഷ്യന് ഓരോരുത്തർ വിമർശിക്കുന്നത് ഞാൻ പറഞ്ഞു നീയും ഞാൻ എന്തെല്ലാം മാറ്റങ്ങളുണ്ട്. നീ സിഗരറ്റ് വലിക്കുന്നൊക്കെ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നുണ്ടോ? അപ്പൊ അത് വിചാരിച്ചിട്ട് വേറൊരാള് പറയാ സുനീർ സിഗരറ്റ് വലിക്കുന്നില്ല, നീ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അത് വേറെ. അത് നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ മനുഷ്യന്റെ ഓരോ ആശയങ്ങളൊക്കെ അത് പല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അത് കഴിച്ചിട്ട് ഒരാളെ വെച്ച് കമ്പയർ ചെയ്യാം. ആരിഫാണ് ലേശം പിന്നെ വൃത്തിയോട് പറയുന്നത്. ഇതൊക്കെ ആ രീതിയിൽ എടുക്കണ്ടേ? നമ്മളൊരാള് സംസാരിക്കുമ്പോൾ അയാൾ എന്താ പറയുന്നത് ആ ഒരു നോളജിൽ എടുക്കണ്ടേ? ഞങ്ങളിപ്പോ ഓരോ കാര്യങ്ങൾ പറയുമ്പോ ആ രസത്തിലെടുത്ത് പോവല്ലേ, അതിങ്ങനെ ആ സംസാരത്തിൽ വരുന്നതാണ്. അല്ലാതെ അത് പ്രത്യേകം എടുത്ത് പറയുന്നതല്ല. ഒക്കെ ചിന്തിക്കട്ടെ, ഇനിയുണ്ടല്ലോ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതാണ്. ഓ അസലായി അലക്കും. നമ്മൾ അലക്കും. എന്തായാലും പെണ്ണുങ്ങളെ വല്ലാതെ കൺട്രോൾ ചെയ്യണ്ട, അവര് സ്വാതന്ത്ര്യം ആഘോഷിക്കട്ടെ. ഓ അതെ അവരെ ജീവിതത്തിലേക്ക് വിട്ടുകൊടുക്കല്ലേ. അതെ, ശരി, അത്രേ ഉള്ളൂ, നമുക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഈ വീഡിയോ അതിന്റെ താഴെ വരുന്ന കമന്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumu ya Rasulu Dingah. Ashhadu anna mitumu ya Rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La